ഒരു രാജ്യത്ത് കടന്നുകയറി അവിടുത്തെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ല. വെനസ്വേലയിലെ US നടപടിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ വെനസ്വേലയിലെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? വിശ്വസ്തർ തന്നെ മഡൂറോയെ ഒറ്റിക്കൊടുത്തു. അതിനുള്ള ചില സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. റഷ്യൻ നിർമ്മിത അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുണ്ടായിട്ടും 150ഓളം വരുന്ന US വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും തടയാൻ വെനസ്വേലിയൻ സൈന്യം ശ്രമിച്ചതുപോലുമില്ല എന്നത് ഈ സംശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. സൈന്യവും വിശ്വസ്തരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ബാക്കി പത്രമാണോ വെനസ്വേലയിൽ കണ്ടത്? വെനസ്വേലയുടെ തകർച്ച എന്നത് ഒരു ആകസ്മിക സംഭവമായിരുന്നില്ല. മറിച്ച് നിക്കോളാസ് മഡൂറോ എന്ന ഭരണാധികാരി ഭീതിയിലൂടെയും അഴിമതിയിലൂടെയും കെട്ടിപ്പടുത്ത ഒരു അധോലോക വ്യവസ്ഥിതിയുടെ അനിവാര്യമായ പതനമായിരുന്നു അത്. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് 2026 ജനുവരി 3 വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ അമേരിക്കൻ സൈന്യം നടത്തിയ നിർണായക നീക്കം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്ന് നടത്തിയ ഈ മിന്നൽ ഓപ്പറേഷനിൽ നിക്കോളാസ് മഡൂറോയും ഭാര്യയും തടവിലാക്കി വിചാരണയ്ക്കായി ന്യൂയോർക്കിലേക്ക് മാറ്റിയ ഇവർക്കെതിരെ മയക്കുമരുന്ന് കടത്ത്, നാർക്കോ ഭീകരവാദം തുടങ്ങിയ അതീവ ഗൗരവമുള്ള കുറ്റങ്ങളാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് ലോകമെമ്പാടുമുള്ള വെനസ്വേലൻ ജനതയ്ക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മിയാമിയിലും മാഡ്രിഡിലും ലിമയിലും തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വെനസ്വേലക്കാർ തങ്ങളുടെ ജന്മനാടിൻ്റെ മോചനമായി ഈ സംഭവത്തെ ആവേശപൂർവ്വം ആഘോഷിക്കുന്നു. വെനസ്വേലയിലെ ജനാധിപത്യ പ്രതിപക്ഷ നേതാക്കൾ ഈ നടപടിയെ സ്വാഗതം ചെയ്തു. ഇത് കേവലം ഒരു വിദേശ അധിനിവേശമല്ല, മറിച്ച് ജനാധിപത്യം കവർന്നെടുത്ത ഒരു ഏകാധിപതിയിൽ നിന്നുള്ള വിമോചനമാണെന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഹ്യൂഗോ ഷാവേസിന്റെ മരണശേഷം 2013 അധികാരത്തിലെത്തിയ മഡൂറോ ജനാധിപത്യത്തെ അടിച്ചമർത്തി ഏകാധിപത്യത്തിന്റെ വിത്തുകൾ പാവുകയായിരുന്നു. മഡൂറോയുടെ ഭരണകാലത്ത് വെനസ്വേല നേരിട്ടത് സമാനതകളില്ലാത്ത അടിച്ചമർത്തലുകളാണ്. പോലീസിനെയും ചാരസംഘടനകളെയും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ മഡൂറോ നിശബ്ദനാക്കി. സാധാരണ ജനങ്ങളെ കുറ്റവാളികളാക്കി മുദ്രകൊത്തി വെടിവെച്ചു കൊന്നു. FAES എന്ന പ്രത്യേക പോലീസ് വിഭാഗത്തിന്റെ ക്രൂരതകൾ ഐക്യരാഷ്ട്രസഭയുടെ പോലും കടുത്ത വിമർശനത്തിന് വിധേയമായിരുന്നു. തടവിലാക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും പത്രപ്രവർത്തകരും നേരിട്ടത് മനുഷ്യത്വരഹിതമായ പീഡനങ്ങളാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ ഈ ക്രൂരതകളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തി വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമായിട്ടും വെനസ്വേല പട്ടിണിയിലായത് ഭരണകൂടത്തിൻ്റെ കൊടിയ അഴിമതി മൂലമാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികളായ PDVSA ഭരണകൂടത്തിൻ്റെ സമ്പാദ്യപ്പെട്ടി മാത്രമായാണ് മഡൂറോ കണ്ടത്. ബില്യൺ കണക്കിന് ഡോളറാണ് വിദേശ അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായി ഒഴുകിയത്. ഇതിന്റെ ഫലമായി രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ശമ്പളം തുച്ഛമാവുകയും ചെയ്തതോടെ ജനങ്ങൾ ഭക്ഷണത്തിനായി നെട്ടോട്ടമോടി. അതിജീവനത്തിനായി ദശലക്ഷക്കണക്കിന് ആളുകൾ രാജ്യം വിട്ടു. വെനസ്വേലയിൽ സംഭവിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ക്ലൈമാക്സ് ആണെന്ന് കരുതേണ്ടി വരും. ഡെൽറ്റ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഈ അപ്രതീക്ഷിത ഓപ്പറേഷൻ വിജയിപ്പിക്കാൻ മഡൂറോയുടെ വിശ്വസ്തർ പാറ പോലെ ഉറച്ചു നിന്നു. ഏവരെയും ഞെട്ടിച്ച പ്ലാനിംഗ് നടന്നത് ദോഹയിൽ നിന്നാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്.
അമേരിക്കയുടെ അത്യാധുനിക സൈനിക ശക്തിയേക്കാൾ ഉപരി മഡ്യൂറോയുടെ വിശ്വസ്തർ നടത്തിയ കൂറുമാറ്റമാണ് ഈ ഓപ്പറേഷനെ വിജയത്തിലെത്തിച്ചത്. വെറും മിനിറ്റുകൾക്കുള്ളിൽ മഡ്യൂറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം പിടികൂടിയത് കൊട്ടാരത്തിനകത്തു നിന്നുള്ള സഹായമില്ലാതെ സാധ്യമാകില്ലെന്ന് ഉറപ്പാണ്. ഈ ഓപ്പറേഷനിൽ ഒരു അമേരിക്കൻ സൈനികന് പോലും പരിക്കേറ്റില്ല എന്നതും ശ്രദ്ധേയമാണ്. മഡ്യൂറോയുടെ പതനത്തിന് മാസങ്ങൾക്ക് മുൻപേ ഖത്തറിലെ ദോഹയിൽ വെച്ച് നടന്ന രഹസ്യ ചർച്ചകളാണ് ഇതിന് തുടക്കമിട്ടതെന്നാണ് വിവരം. മഡ്യൂറോയുടെ വിശ്വസ്തരായ റോഡ്രിഗസ് സഹോദരങ്ങൾ തങ്ങളുടെ അധികാരം നിലനിർത്താൻ മഡ്യൂറോയെ ഒറ്റിക്കൊടുക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മഡ്യൂറോ അറസ്റ്റിലായി വെറും 2 ദിവസത്തിനുള്ളിൽ പട്ടാളത്തിൻ്റെയും കോടതിയുടെയും സഹായത്തോടെ ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഈ സൂചനകളെ ബലപ്പെടുത്തുന്നു. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ അവിടെ വന്നിറങ്ങിയപ്പോഴേക്കും മഡ്യൂറോയുടെ വിശ്വസ്തർ, അദ്ദേഹത്തിന് ജനറൽമാരും മന്ത്രിമാരും ഇന്റലിജൻസ് മേധാവികളും അദ്ദേഹത്തെ തനിച്ചാക്കി കഴിഞ്ഞിരുന്നു. റെയ്ഡ് നടന്ന സമയത്ത് മഡ്യൂറോയെ സംരക്ഷിക്കാൻ ശ്രമിച്ച 32 ക്യൂബൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടപ്പോൾ വെനസ്വേലൻ സൈനിക യൂണിറ്റുകൾ പ്രതിരോധമുയർത്താതെ പിന്മാറുകയാണ് ചെയ്തത്. മഡ്യൂറോയുടെ ഏറ്റവും അടുത്ത 5 പേരിൽ ഉൾപ്പെട്ടവരായിരുന്നു ഡെൽസിയും ജോർജ് റോഡ്രിഗസും. എന്നാൽ ഈ പുതിയ ലഹരിക്കടത്ത് ഭീകരവാദ കേസിൽ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ന്യൂയോർക്ക് കോടതിയിലെ പുതിയ കുറ്റപത്രങ്ങളിൽ നിന്ന് റോഡ്രിഗസ് സഹോദരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയത് അവർ നൽകിയ സഹായത്തിന് അമേരിക്ക നൽകിയ പ്രതിഫലമായാണ് വിലയിരുത്തുന്നത്. മഡ്യൂറോ ന്യൂയോർക്കിലെ കോടതി മുറിയിൽ വിചാരണ നേരിടുമ്പോൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഉറപ്പിച്ച പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യം ഭരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. ലോകരാജ്യങ്ങൾ മഡ്യൂറോയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചപ്പോഴേക്കും നിലവിലെ വെനസ്വേലൻ നേതൃത്വത്തിന് ഇളവ് നൽകി. ഇത് ഡെൽസി റോഡ്രിഗസിന്റെ സമ്പാദ്യം സുരക്ഷിതമായി നിലനിർത്താൻ സഹായിച്ചു. അധികാര സംരക്ഷണത്തിനായി രാജ്യത്തെ എണ്ണ വ്യവസായത്തിന്റെ നിയന്ത്രണം അമേരിക്ക വിട്ടുകൊടുക്കുന്ന ഓയിൽ ഫോർ ഇമ്മ്യൂണിറ്റി എന്ന കരാറിനും ഇവർ തയ്യാറായി. ഇതിലൂടെ അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിക്കുകയും ചെയ്തു. ട്രംപിന്റെ ആഗ്രഹം വെനസ്വേലയിലെ എണ്ണ വ്യവസായമാണെങ്കിൽ മഡൂറോയുടെ പതനം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് അയാളുടെ ഉറ്റവർ തന്നെ. മഡൂറോ എവിടെയുണ്ടെന്ന വിവരവും കൊട്ടാരത്തിന്റെ രേഖാചിത്രവും കൈമാറി. സൈന്യത്തെ നിശബ്ദമാക്കി. എല്ലാം കരുതിയതുപോലെ നടന്നു. ഒറ്റുകൊടുക്കാൻ അമേരിക്കയുമായി ദോഹയിൽ കൈകൊടുത്തവർ ഇപ്പോൾ വെനസ്വേലയുടെ ഭരണം കൈക്കലാക്കിയിരിക്കുന്നു. മഡൂറോയുടെ ഭാവി ഇനി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം.